എയർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്. സോ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? എയർ എങ്ങനെയൊക്കെയാണ് പൊല്യൂട്ടഡ് ആവുന്നത്. സോ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്യൂരിഫൈ ചെയ്യാണ്. ഇത് പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ കുറച്ച് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന എന്തൊക്കെയാണ് മെഷേഴ്സ് എന്നാണ് നോക്കുന്നത്. സോ based on the size of particle, air pollutants are two types: particulate matter and gaseous pollutants. ഈ particulate matter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 1 മൈക്രോമീറ്റർ ആയിരിക്കും. ദെൻ gaseous pollutant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 മൈക്രോമീറ്റർ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഈ particulate മാറ്ററിനെ എങ്ങനെയാണ് എയറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇതിന് കുറച്ച് ഡിവൈസസ് യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കൺട്രോൾ മെഷേഴ്സ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പെർട്ടിക്കുലേറ്റ് മാറ്ററിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കൺട്രോൾ മെഷേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഗ്രാവിറ്റി സെറ്റിലിംഗ് ചേംബർ, സൈക്ലോൺ സെപ്പറേറ്റേഴ്സ്, വെറ്റ് സ്ക്രബ്ബേഴ്സ്, ഫാബ്രിക് ഫിൽറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഴ്സ്. ഈ 5 ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 5 എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബറാണ്. ഇത് ലാർജ് പാർട്ടിക്കിൾ സൈസുള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ റിമൂവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 50 മൈക്രോമീറ്റർ. ദെൻ ലെസ് എഫിഷ്യൻസി ഫോർ സ്മോളർ പാർട്ടിക്കിൾസ്. ഇതിന് സ്മോളർ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനുള്ള അത്രയ്ക്ക് എഫിഷ്യൻ്റ് അല്ല. റിക്വയർഡ് സിമ്പിൾ മെയിൻ്റനൻസ് ആൻഡ് യൂസ്ഡ് ആസ് എ പ്രീ ക്ലീനേഴ്സ് പ്രയർ ടു പാസിംഗ് ത്രൂ ഹൈ എഫിഷ്യൻസി ഡിവൈസ്. ദെൻ ഗ്യാസ് സ്ട്രീം ഈസ് അലൗഡ് ടു ഫ്ലോ അറ്റ് ലോ വെലോസിറ്റി അലൗവിങ് സഫിഷ്യൻറ്റ് ടൈം ഫോർ പാർട്ടിക്കിൾ ടു സെറ്റിൽ ഡൗൺ. നമുക്ക് ഫിഗർ നോക്കാം. ഫിഗറിൽ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഇൻലെറ്റ് പോർഷനിലൂടെ നമ്മൾ എയറിനെ കടത്തി വിടുകയാണ് ചെയ്യുന്നത് വിത്ത് ലോ വെലോസിറ്റി. ലോ വെലോസിറ്റിയിൽ പോകുന്ന സമയത്ത് ആ എയറിലുള്ള 50 മൈക്രോൺ എബവ് ഉള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററൊക്കെ എന്താണ്, ഈ ഡസ്റ്റ് ഹോപ്പേഴ്സിലോട്ട് വീഴും. അങ്ങനെ ഇതിൻ്റെ ഔട്ട്ലെറ്റിലോട്ട് വരുന്ന എയർ എന്ന് പറയുന്നത് എന്താണ്, ഫ്രഷ് ക്ലീൻ എയർ ആയിരിക്കും. അതുവഴി നമുക്ക് എന്താണ്, ഫ്രഷ് എയറിന് കിട്ടും. ഇതാണ് ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബറിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ സ്ട്രീം ഗ്യാസ് ഇസ് അലൗഡ് ടു ഫ്ലോ അറ്റ് ലോ വെലോസിറ്റി അലോയിങ് സഫിഷ്യൻറ്റ് ടൈം ഫോർ പാർട്ടിക്കിൾ ടു സെറ്റിൽ ഡൗൺ. ദെൻ നെക്സ്റ്റ് ഹോവാർഡ് സെറ്റിലിംഗ് ചേംബർ ഉണ്ട്. അതായത് ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബറാണ്. സെവറൽ ട്രേസ് ആർ അറേഞ്ച്ഡ് പാരലൽ ടു ഈച്ച് അതർ, വൺ ഓവർ അതർ. അപ്പം ഹോവാർഡ് സെറ്റിലിംഗ് ചേംബറിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ നോക്ക്, കുറേ ട്രേസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പാരലലായിട്ട്, വൺ ഓവർ അനദർ. ദെൻ ഇൻലെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്യാസിനെ പാസ് ചെയ്യും. ഈ ഗ്യാസ് എന്താണ്, ഈ ട്രേയുടെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് അതിൻ്റെ അകത്തൊക്കെ സെറ്റിലാവും. അങ്ങനെ സെറ്റിലായി കഴിഞ്ഞ് ബാക്കിയുള്ള എയർ ഉണ്ടല്ലോ, അത് ഈ ഔട്ട്ലെറ്റ് വഴി പുറത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം സെവറൽ ട്രീസ് ആർ അറേഞ്ച്ഡ് പാരലൽ ടു ഈച്ച് അതർ, വൺ ഓവർ അതർ, ആൻഡ് കളക്റ്റിംഗ് എഫിഷ്യൻസി ഈസ് മോർ. ഇതിന് ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബറിനേക്കാളും കളക്റ്റിംഗ് എഫിഷ്യൻസി ഉണ്ട്. ആൻഡ് ഫ്ലോ വെലോസിറ്റി ഇൻ ദി ചേംബർ റിമെയിൻസ് സബ്സ്റ്റൻഷ്യലി ദ സെയിം ആൻഡ് യെറ്റ് ഈച്ച് പാർട്ടിക്കിൾ ഹാസ് മച്ച് ഷോർട്ടർ ഡിസ്റ്റൻസ് ടു fall before reaching the bottom of the passage between the tray. Then ഈ ട്രേ വഴി തട്ടി തട്ടി എന്താണ് അവിടെ സെറ്റിലാവും എന്നാണ് പറയുന്നത്. ദെൻ ഇതാണ് ഹോവാർഡ് സെറ്റിലിംഗ് ചേംബർ. ഫിഗർ എല്ലാത്തിൻ്റെയും ഒന്ന് നോട്ട് ചെയ്യണം. ഫിഗർ കിട്ടിയാൽ തന്നെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ സൈക്ലോൺ സെപ്പറേറ്റർ. Cyclone separator utilizes centrifugal force generated by spinning gas stream to separate the particulate matter from the gas stream. ഇതാണ് സൈക്ലോൺ സെപ്പറേറ്റർ വരുന്നത്. ഈ ഫിഗർ ഒന്ന് നോക്കുക എല്ലാവരും.
Then centrifugal force വെരി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും ഭയങ്കര വലുതാണ് ആൻഡ് മോർ എഫക്റ്റീവ് ഇൻ റിമൂവൽ ഓഫ് സ്മോളർ പാർട്ടിക്കിൾ. നമ്മൾ ഗ്രാവിറ്റി സെറ്റിലിംഗ് ചേംബർ വെച്ചിട്ട് വലിയ പാർട്ടിക്കിൾസിനായിരുന്നു റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. പക്ഷേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് സൈക്ലോൺ സെപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് സ്മോളർ പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇതിന് റിക്വയർലെസ് സ്പേസ് ടു ഹാൻഡിൽ സെയിം എമൗണ്ട് ഓഫ് ഗ്യാസ് ആൻഡ് ആസ് കമ്പയർഡ് ടു ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബർ. ദെൻ ഇതാണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വേർട്ടിക്കൽ സിലിണ്ടർ വിത്ത് എ കോണിക്കൽ ബോട്ടം. ഒരു വേർട്ടിക്കൽ സിലിണ്ടർ ഉണ്ട്, കോണിക്കൽ ബോട്ടം ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഫിറ്റ് വിത്ത് ടാൻജൻഷ്യൽ ഇൻലെറ്റ് ലൊക്കേറ്റഡ് നിയർ ദ ടോപ്പ് ആൻഡ് ആൻ ഔട്ട്ലെറ്റ് അറ്റ് ദ ബോട്ടം of the cone for discharging separate particles. സോ ഇവിടെ കാണിച്ചിട്ടുള്ള പോലെ ഈ ഇൻലെറ്റ് കണ്ടോ, ഈ ഇൻലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻഷ്യൽ ആയിട്ടാണ് നമ്മുടെ സിലിണ്ടറിന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതുവഴി നമ്മുടെ പൊല്യൂട്ടഡ് എയറിനെ കടത്തിവിടും. അപ്പോൾ എന്ത് ചെയ്യും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് കൊടുക്കുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസൊക്കെ കറങ്ങി കറങ്ങി എന്താണ് താഴെത്തും. താഴെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഔട്ട്ലെറ്റ് വഴി നമ്മുടെ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സൊക്കെ താഴെത്തും. അപ്പോൾ എന്താണ്, നമ്മുടെ ഫ്രഷ് എയർ നേരെ മുകളിലോട്ട് പോയിട്ട് നമ്മുടെ ഔട്ട്ലെറ്റ് വഴി, അതായത് ഫ്രഷ് എയറിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ലെറ്റ് വഴി പുറത്തു പോകും. ഗ്യാസ് ഔട്ട്ലെറ്റ് പൈപ്പ് ഈസ് എക്സ്റ്റെൻഡഡ് ഇൻ ടു ദ സിലിണ്ടർ ടു പ്രിവെൻറ്റ് ദ ഷോർട്ട് സർക്യൂട്ടിംഗ് ഓഫ് ഗ്യാസ് ഫ്രം ദ ഇൻലെറ്റ് ഔട്ട്ലെറ്റ്. And the particle-laden gas upon entering the cyclone cylinder receives a rotating motion. Okay, and the vortex so formed to develop a centrifugal force which act to throw the particle radially outward. Radially outward, അതായത് centrifugal force ആണ് കിട്ടുന്നത്. Then gas spirals downward to the bottom of the cone, and at the bottom of the gas flow reverse to form an inner vortex which leaves through the outlet pipe. ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഇവിടെ നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, സൈക്ലോൺ സെപ്പറേറ്ററിൽ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഫിൽട്ടേഴ്സ് ആണ്. ഫിൽട്ടേഴ്സിൽ നമ്മൾ 3 മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. ഫിൽട്ടർ യൂസ്ഡ് ദ ഫോളോയിങ് മെക്കാനിസം ടു റിമൂവ് ദ പെർട്ടിക്കുലേറ്റ് മാറ്റർ. ദറ്റ് ഈസ് എന്തൊക്കെയാണ്, ഇനേർഷ്യൽ ഇമ്പാക്ഷൻ, ഡയറക്റ്റ് ഇൻ്റർസെപ്ഷൻ ആൻഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ഇനേർഷ്യൽ ഇമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ ഗ്യാസ് മോളിക്യൂള്, ഒരൊറ്റ ഗ്യാസ് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ അതൊക്കെ എന്താണ്, ട്രാവൽ ചെയ്യുന്നൊരു പാത്ത് ഉണ്ടായിരിക്കും. ആ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഇത് ട്രാവൽ ചെയ്യുന്ന പാത്ത്, സ്ട്രീം ലൈൻ എന്ന് പറയും. ഈ പാത്തിലൂടെയാണ് ശരിക്കും പാർട്ടിക്കിൾ ഫോളോ ചെയ്യേണ്ടത്, ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര നോക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇനേഷ്യൽ ഇമ്പാക്ഷനും ഡയറക്റ്റ് ഇൻ്റർസെപ്ഷനും ഡിഫ്യൂഷനും എന്താണെന്ന് നോക്കാം. അതായത് ഇനേഷ്യൽ ഇമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് occurs when the particle with a high inertia follow a fluid streamline, but as it approach the fiber, its trajectory departs from the fluid streamline around the fiber. സോ ഇതൊരു ഫ്ലൂയിഡ് സ്ട്രീം ലൈനിലൂടെ ഫ്ലോ ചെയ്യായിരുന്നു. അതിന് ഈ യെല്ലോ ഫൈബറിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് എന്താണ്, നമ്മുടെ പാർട്ടിക്കിള് എന്ത് കാരണമാണ്, ഹൈ ഇനേഷ്യ കാരണം നമ്മുടെ സ്ട്രീം ലൈനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ട് എവിടെ എത്തും, ഫൈബറിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. ആൻഡ് ദ ഡിപ്പാർച്ചർ ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ സ്ട്രീം ലൈൻ മേ ബി സഫിഷ്യൻറ്റ് ടു അലോ ദ പാർട്ടിക്കിൾ ടു ഡെപ്പോസിറ്റഡ് ഓൺ ദി സർഫസ്. ഇങ്ങനെയാണ് ഇവിടെ പാർട്ടിക്കിൾസിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതെന്ത് കാരണമാണ്, ഹൈ ഇനേർഷ്യ കാരണമാണ് ഇനേഷ്യൽ ഇമ്പാക്ഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡയറക്റ്റ് ഇമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾ ഹാവ് ലെസ് ഇനേഷ്യ ആൻഡ് ഓൾമോസ്റ്റ് ഫോളോ ദ സ്ട്രീം ലൈൻ അറൗണ്ട് ദ ഒബ്സ്ട്രക്ഷൻ ആൻഡ് ദ പാർട്ടിക്കിൾ ക്ലിയർ the obstruction but their outer periphery come in contact with the fiber.
ഇതിൽ നോക്കിയാൽ അറിയാം ഇത് ആ ഫ്ലോ സ്ട്രീം ലൈനിലൂടെ തന്നെയാണ്, സെക്കൻഡ് ഫിഗറാണ് ഇൻ്റർസെപ്ഷൻ്റെ, സ്ട്രീം ലൈനിലൂടെ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ പാർട്ടിക്കിളിൻ്റെ പെരിഫറിയാണ് നമ്മുടെ ഫൈബറുമായിട്ട് ടച്ച് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പാർട്ടിക്കിൾസ് ഇൻ സബ് മൈക്രോൺ റേഞ്ച്, ദാറ്റ് ഈസ് 0.01 to 0.05 മൈക്രോമീറ്റർ ഉള്ള പാർട്ടിക്കിളാണ് ഡിഫ്യൂഷൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ദ പാർട്ടിക്കിൾ യൂഷ്വലി ഡു നോട്ട് ഫോളോ ദ ഗ്യാസ് സ്ട്രീം ലൈൻ surrounding the fiber because the individual motion of the particle can be affected by their collision with the gas molecules, and the zigzag random Brownian motion causes the particle to adhere the surface of the ഫൈബർ. ഇവിടെ എന്താണ്, ഡിഫ്യൂഷൻ്റെ അകത്ത് ഒരു സിഗ്സാഗ് മോഷനാണ് നമ്മുടെ പാർട്ടിക്കിളിന് ഉണ്ടായിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫാബ്രിക് ഫിൽറ്റേഴ്സ് ആണ്. ഫാബ്രിക് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫിഗർ കാണിച്ചിട്ടുള്ളത്. അത് നോക്കാം നമുക്ക്. ദി ഓപ്പൺ സ്പേസസ് ഇൻ woven fabric are many times the size of individual particle. So the collection efficiency in the initial stages is poor, and in a short time the captures particles form a bridge across the cloth opening, and a particle layer is formed which improves the collection efficiency. ഓക്കെ, പിന്നെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു എന്താണ് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് ആദ്യം വലുതായിരുന്നു നമ്മുടെ പാർട്ടിക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നീട് എന്ത് ചെയ്യും, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ കളക്ഷൻ എഫിഷ്യൻസി പൂറായിരിക്കും. പിന്നീട് നമ്മുടെ പാർട്ടിക്കിൾസിനെ ക്യാപ്ചർ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഒരു ഈ ഓപ്പണിങ് മെല്ലെ ഒരു ബ്രിഡ്ജ് അക്രോസ് ദ ക്ലോത്ത് ഓപ്പണിങ് ആൻഡ് പാർട്ടിക്കിൾ ലെയർ ഈസ് ഫോംഡ് വിത്ത് വിച്ച് ഇംപ്രൂവ്സ് ദ കളക്ഷൻ എഫിഷ്യൻസി. നമ്മുടെ പാർട്ടിക്കിൾ ലെയർ ഫോം ചെയ്യുന്നതിനനുസരിച്ച് കളക്ഷൻ എഫിഷ്യൻസി കൂടും. അപ്പോൾ എത്രയാണ്, 99.99% വരെ എഫിഷ്യൻസി എത്താം. ദെൻ പീരിയോഡിക് മെക്കാനിസം ക്ലീനിങ് ഇസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ എഫിഷ്യൻസി. നമുക്ക് പീരിയോഡിക് മെക്കാനിസം റിക്വയർഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. അതായത് ഫാബ്രിക് ഫിൽറ്റർ സിസ്റ്റം ബാഗ് ഹൗസ് അത് നോക്കാം. കൺസിസ്റ്റ് ഓഫ് ട്യൂബുലർ ബാഗ്സ് സസ്പെൻഡഡ് ഫ്രം എ ഷേക്കർ മെക്കാനിസം. ഇതിൻ്റെ അകത്ത് കാണാം നമ്മൾ ഈ ബാഗ്സ് ആണ്. അതായത് ഇവിടെ കണ്ടോ, ഒരു സസ്പെൻഡഡ് മെക്കാനിസത്തിൽ നിന്ന് നമ്മൾ ട്യൂബുലാർ ബാഗ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇൻലെറ്റിൽ നിന്ന് വരുന്ന ഗ്യാസ് നമ്മൾ താഴത്തൂടെ ഇൻലെറ്റിൽ നിന്ന് നമ്മൾ ഗ്യാസിനെ ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ഗ്യാസ് കണ്ടോ ഈ ബാഗിൻ്റെ അകത്തൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് നിൽക്കും. പിന്നെ എന്താണ്, ഇവിടുന്ന് ഗ്യാസ് മാത്രമേ പുറത്തു പോവുള്ളൂ. Consist of a tubular bag suspended from a shaker mechanism, and particles fall into the hopper when dislodged from the fabric, and it come out through the dust outlet. And the structure in which the bag hangs is called a bag house, and the particle pass through the fabric and particles are deposited inside the bag, and the cleaning is done by shaking at a fixed interval of time, and hoppers are provided for dust collection. അതായത് ഈ ബാഗ്സിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് ഒക്കെ പറ്റി പിടിച്ച് നിൽക്കും. എന്നിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈ ഹോപ്പേഴ്സിന് ഈ ബാഗിനെ ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും. ഈ താഴെ കൊടുത്തിട്ടുള്ള ഈ കോണിക്കൽ സ്ഥലത്ത് നമ്മൾ ഹോപ്പേഴ്സ് വെച്ചിട്ടുണ്ടാവും. ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പാർട്ടിക്കിൾസിനൊക്കെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം താഴത്തേക്ക് വീഴും. അതിനെ കളക്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദിസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കളക്ടിംഗ് സർഫസ് ആൻഡ് എ ഹൈ വോൾട്ടേജ് ഡിസ്ചാർജ് ഇലക്ട്രോഡ് വയർ സസ്പെൻഡഡ് ഫ്രം ആൻ ഇൻസുലേറ്റർ അറ്റ് ദ ടോപ്പ് ആൻഡ് ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ എ വെയ്റ്റ് അറ്റ് ദി ബോട്ടം. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേഴ്സ്.
ദെൻ വെറ്റ് സ്ക്രബ്ബേഴ്സ്, അടുത്ത വരുന്ന വെറ്റ് സ്ക്രബ്ബേഴ്സ് ആണ്. വെറ്റ് പ്രസിപ്പിറ്റേഷൻ ഈസ് ദ പ്രിൻസിപ്പൽ മെക്കാനിസം. ഇതിൻ്റെ വെറ്റ് പ്രസിപ്പിറ്റേഷൻ ആണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ മെക്കാനിസം. അതായത് നമുക്ക് റെയിനൊക്കെ പോലെ, അതായത് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റിനൊക്കെ മഴ കൂടെ കൊണ്ടുവരും. അപ്പോൾ അറ്റ്മോസ്ഫിയർ ക്ലിയർ ആവും. അതേ ഒരു മെക്കാനിസമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. വെറ്റ് പ്രസിപ്പിറ്റേഷൻ ആണ് പ്രിൻസിപ്പിൾ. And the wet collectors have number of advantages over dry collectors, like simultaneous removal of both particulate matter and gaseous pollutant. വെറ്റ് സ്ക്രബ്ബറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണിത്. ഡ്രൈ ആകുമ്പോൾ എന്തായിരുന്നു, അത് ഒരു സെർട്ടൈൻ പാർട്ടിക്കിൾ സൈസൊക്കെ നോക്കിയിട്ടായിരുന്നു ഡ്രൈ സ്ക്രബ്ബേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വെറ്റ് സ്ക്രബ്ബറിൽ നമുക്ക് എന്താണ്, ഗ്യാഷ്യസ് പൊല്യൂട്ടൻസിനെ കൂടി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. Then the disadvantage is the problem of corrosion and disposal of liquid waste. ഓക്കെ, അതിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറോഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വെറ്റ്, അതായത് നമ്മുടെ ഈ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടാവുമല്ലോ അവസാനം കിട്ടുന്നത്, അതിൻ്റെ ഡിസ്പോസൽ പ്രോബ്ലംസും ആണ് ഉണ്ടാവുന്നത്. And the basic function of wet scrubber is to provide contact between scrubbing liquid, that is water, and the particulate matter. And the collection mechanism are impaction, interception, and diffusion. Then commonly used wet scrubbers are spray towers, centrifugal scrubbers, and packed beds, and plate columns, and venturi scrubbers. ഇനി നമുക്ക് ഈ സ്ക്രബ്ബേഴ്സിനെ കുറിച്ചുകൂടെ ഒന്ന് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് വെറ്റ് സ്ക്രബ്ബറാണ്. വെറ്റ് സ്ക്രബ്ബറിൻ്റെ അകത്ത് സ്പ്രേ ടവറാണ് പറയുന്നത്. സ്പ്രേ ടവറിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡേർട്ട് എയറിനെ നമ്മൾ താഴെ നിന്ന് കടത്തിവിടും. അവിടോട്ട് നമ്മൾ വാട്ടറിനെ സ്പ്രേ ചെയ്യും. വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ പാർട്ടിക്കിൾസിനെ ഹിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് ആ പാർട്ടിക്കിൾ താഴെ പോവും. നമ്മുടെ ഫ്രഷ് എയർ മുകളിലേക്ക് ക്ലീൻ എയർ വരും. ഇവിടെ താഴെ ഒരു കളക്ടർ ഡ്രെയിൻ ഉണ്ട്. And this is the simplest type of wet scrubber, and in this water is introduced by means of spray nozzles. Then the polluted gas flows upward and the particle collection results because of inertial impaction and interception on the droplets. Then the maximum collection efficiency by initial impaction is independent of the particle size. ഓക്കെ, ഇവിടെ പാർട്ടിക്കിൾ സൈസിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ എന്ത് നടക്കുന്നത്, നമ്മുടെ വാട്ടറുമായിട്ട് ഇത് താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. സ്പ്രേ എന്താ പറയുക, വാട്ടർ ഈ നോസിൽസ് വഴി വാട്ടർ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. എയറിനെ മുകളിലോട്ട് കടത്തി വിടുന്നു, ക്ലീൻ എയർ മുകളിലോട്ട് പോകുന്നു. അത് ഡേർട്ട് പാർട്ടിക്കിൾസൊക്കെ താഴെ ഡ്രെയിൻ കളക്ടറിലോട്ട് വരുന്നു. ദെൻ അടുത്ത സെൻട്രിഫ്യൂഗൽ സ്ക്രബ്ബറാണ്. സെൻട്രിഫ്യൂഗൽ സ്ക്രബ്ബറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫിഗർ ഇവിടെ എന്താണ്, ഏറ്റവും മുകളിൽ നിന്ന് ഒരു വാട്ടർ കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ യൂസ്ഡ് ടു ഇൻക്രീസ് ദ കളക്ഷൻ എഫിഷ്യൻസി ഓഫ് പാർട്ടിക്കിൾ വിച്ച് ആർ വെരി സ്മോൾ. And in this type of scrubber, the polluted gas introduced tangentially into the lower portion of the vertical cylinder. നമ്മുടെ ഈ വെർട്ടിക്കൽ സിലിണ്ടറിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡേർട്ട് ഗ്യാസിന് കൊടുക്കുന്നത്. ദെൻ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ ഇൻജെക്റ്റഡ് ഇൻ ടു ദ ഫ്ലോ stream from the spray directed outward from the central manifold, and these droplets are caught in the spinning gas stream and are upward towards this wall by centrifugal force, and during the motion droplets collide with the particle and capture them, and the scrubbing liquid along with the particle flow down to the bottom of the scrubber and the clean gas exit. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ മെക്കാനിസം തന്നെയാണ് നടക്കുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉള്ളത് കാരണം നമ്മുടെ എഫിഷ്യൻസി കൂടും. കുറച്ചുകൂടെ സ്മോളർ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അടുത്ത വരുന്നതാണ് പാക്ഡ് ബെഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ടവർ.
ഒരു ടവർ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് പാക്ഡ് വിത്ത് എ മെറ്റീരിയൽ സച്ച് ആസ് കോക്ക് ഓർ ബ്രോക്കൺ സ്റ്റോൺ. ഇവിടെ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ള അവിടെ നമ്മൾ എന്താണ് ഒരു പാക്ക് ചെയ്ത് വയ്ക്കും. അതായത് ബ്രോക്കൺ സ്റ്റോണോ അല്ലെങ്കിൽ കോക്കോ വെച്ചിട്ട് പാക്ക് ചെയ്യും. ദെൻ ദ പൊല്യൂട്ടഡ് ഗ്യാസ് സ്ട്രീം മൂവ്സ് അപ്വേർഡ് and passes through the packing media and comes in contact with scrubbing liquid stream and which is moving downward over the packing. Spent liquid collected out downside and clean water comes out the tower. Clean water like clean gas comes out of the tower. Then അപ്പം ആദ്യം നമ്മുടെ ഈ പാക്കിംഗ് മീഡിയയിലൂടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാട്ടർ ജെറ്റ് ഇവിടുന്ന് സ്പ്രേ നോസിൽസ് കൊടുത്തിട്ടുണ്ട്, അതുവഴി പാസ് ചെയ്യും. അങ്ങനെ ഗ്യാസ് പ്യുവർ ഗ്യാസ് പുറത്തേക്ക് പോകും. നമ്മൾ ഏറ്റവും താഴെ എന്ത് ചെയ്യും, ഔട്ട് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ താഴെ കളക്ട് ചെയ്യും. ഇതാണ് പാക്ഡ് ബെഡിൻ്റെ അകത്ത് വരുന്നത്. ദെൻ അടുത്ത ബഫിൾ പ്ലേറ്റ് ആണ്. ബഫിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിഗർ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് സ്ട്രീം ഈസ് പാസ്ഡ് ത്രൂ പെർഫറേറ്റഡ് പ്ലേറ്റ് ഓഫ് സ്ക്രപ്പിംഗ് ആൻഡ് പാർട്ടിക്കിൾസ് ആർ കളക്റ്റഡ് ഇനേഷ്യൽ ഇമ്പാക്ഷൻ ആണ്. അപ്പോൾ ഈ പെർഫറേറ്റഡ് പ്ലേറ്റിലൂടെ കടത്തിവിടും. ദെൻ ഇനേഷ്യൽ ഇമ്പാക്ഷൻ വഴിയാണ് നമ്മുടെ പാർട്ടിക്കിളിനെ കളക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത വെഞ്ചുറി സ്ക്രബ്ബർ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് എ ഹൈ പെർഫോമൻസ് കളക്ഷൻ ഓഫ് fine particle, usually smaller than 2 to 3 micrometer in diameter, and they are suitable when particulate matter is sticky, flammable and high corrosive. അപ്പോൾ നമ്മൾ സ്റ്റിക്കി, ഫ്ലേമബിൾ, ദെൻ ഹൈ കൊറോസീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കുലേറ്റ് മാറ്ററിനെയാണ് നമ്മൾ വെഞ്ചുറി സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവരുടെ സൈസ് എന്ന് പറയുന്നത് 2 to 3 മൈക്രോമീറ്റേഴ്സിലാണ് വരുന്നത്. അതിനേക്കാളും സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ഹൈ പെർഫോമൻസ് ഓഫ് വെഞ്ചുറി സ്ക്രബ്ബർ ഇസ് അച്ചീവ്ഡ് ബൈ ആക്സിലറേറ്റിംഗ് ദ ഗ്യാസ് സ്ട്രീം ടു വെരി ഹൈ വെലോസിറ്റി, ദാറ്റ് ഈസ് 60 to 120 മീറ്റർ പെർ സെക്കൻഡ്. ഇതിന് ഗ്യാസ് സ്ട്രീമിനെ നമ്മൾ എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് 60 to 120 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഫിഗർ കൊടുത്തിട്ടുള്ളത് വെഞ്ചുറി സ്ട്രീമിൻ്റെ. ഇനി നമുക്ക് ഇത്രയാണ് പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ.